Welcome back, dear students, to the class. Okay, so what did I tell you in the last class? I think I had given you some work. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പറഞ്ഞിരുന്നത്? നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തപ്പോൾ I had told you something. അല്ലേ? എന്തായിരുന്നു? ഈ ക്ലാസ്സിൽ ഞാനൊരു ST എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? Yeah, how many of you remember? Do you remember? Okay, you remember. And are you ready? Ready ആണോ നിങ്ങള്? Did you study? Yes. കുറച്ച് പേരൊക്കെ തമ്പ് കാണുന്നുണ്ട്. ബാക്കിയുള്ളവരൊന്നും അനങ്ങുന്നില്ലല്ലോ. കുറച്ച് ആൾക്കാർ എനിക്ക് തമ്പ് തന്നു. ബാക്കിയുള്ളവരുടെ റെസ്പോൺസ് ഒന്നും കാണുന്നില്ല. Yes, okay, all of you are ready. Okay then. Good. So then you have studied. Then you are ready. Okay. So lesson എടുത്ത് പോയാൽ മാത്രം പോരല്ലോ അല്ലേ? നിങ്ങൾ പഠിക്കുന്നുണ്ടെന്ന് മിസ്സിനും അറിയണ്ടേ? Yes. അപ്പോ എന്താ നമ്മൾ ചെയ്യാൻ പോണെന്ന് അറിയോ? Now I'll give you the question. ഞാൻ question പറയും. എന്നിട്ടോ നിങ്ങൾ ആൻസർ എഴുതും. എന്നിട്ട് അത് കഴിയുന്ന പാടെ ഞാൻ ആൻസർ പറയും. നിങ്ങൾ തന്നെ ചെക്ക് ചെയ്തിട്ട് എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടിയെന്ന് എന്നോട് പറയണം. ഓക്കെ? സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യണം. അല്ലേ? നിങ്ങൾ ചെയ്യും അല്ലേ? You won't do any kind of cheating. I know it. So അപ്പോൾ നമുക്ക് നമ്മുടെ EVS നോട്ട്ബുക്ക് എടുത്തേ. EVSന്റെ ടെക്സ്റ്റ് ബുക്ക് അടച്ചു വെച്ചേ. Close your textbook and open your EVS notebook. Okay. EVS നോട്ട്ബുക്കിന്റെ ബാക്ക് സൈഡ് എടുത്തോ. ബാക്ക് സൈഡ്. നമ്മൾ ഇപ്പോൾ എഴുതുന്നതിന്റെ മറുവശം. ഓക്കെ. ബാക്കിൽ നിന്ന് ആദ്യത്തെ പേജിൽ. ഓക്കെ. ബാക്കിൽ നിന്ന് ആദ്യത്തെ പേജിൽ എഴുതാൻ മതി. ഒരുപാട് പേജ് അങ്ങോട്ട് പോകണ്ട ഷിഫാന. ഓക്കെ. യെസ്. എന്നിട്ട് യു ഹാവ് ടു പുട്ട് ടുഡേസ് ഡേറ്റ്. ഇന്നത്തെ ഡേറ്റ് ഇടുക. 17th അല്ലേ? ഇന്നത്തെ ഡേറ്റ് ഇടുക. ഓക്കെ. ചെയ്തു. Did you all put the date? ചെയ്തോ നിങ്ങള്? Yes, you have done it. Good. So then, let me tell you the first question. ഞാൻ first question പറയട്ടെ. Are you ready? Yes, you are ready. Good. So here is your first question. Listen carefully. Here is your first question. Name a stem we eat. Name a stem we eat. നമ്മൾ കഴിക്കുന്ന ഒരു സ്റ്റെമ്മിന്റെ പേര്. സ്റ്റെം. ഒരു പ്ലാന്റിന്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ കഴിക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? റൂട്ട്സ് കഴിക്കും, ഇലകൾ കഴിക്കും, സ്റ്റെം കഴിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോ നമ്മൾ കഴിക്കുന്ന സ്റ്റെം അതിന്റെ ഒരു പേരെഴുതുക. നമ്മൾ എഴുതിയതാ, ക്ലാസ്സിൽ തന്നെ ചെയ്ത് വെക്കാം. നെയിം എ സ്റ്റെം വി ഈറ്റ്. നമ്മൾ കഴിക്കുന്ന ഒരു സ്റ്റെം. ഓക്കെ. ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ എനിക്ക് തമ്പ് തന്നാൽ മതി, എഴുതി കഴിയുന്നവര്. നെയിം എ സ്റ്റെം വി ഈറ്റ്. ഏതൊക്കെ സ്റ്റെം എന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു, നമ്മൾ പഠിച്ചായിരുന്നു. Name a stem we eat. Okay, did you all finish writing? Yes. Name a stem we eat. ലേറ്റ് ആയിട്ട് എൻ്റർ ചെയ്ത കുട്ടികൾക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലുള്ള ST നമ്മൾ ഇടുവാണ്. അപ്പൊ നിങ്ങൾ എഴുതിക്കോളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറഞ്ഞത്. നെയിം എ സ്റ്റെം വി ഈറ്റ്. നമ്മൾ കഴിക്കുന്ന സ്റ്റെം.
നമ്മൾ പറഞ്ഞായിരുന്നു ഒരു പ്ലാന്റിന്റെ റൂട്ട്സ് നമ്മൾ കഴിക്കും, ലീവ്സ് കഴിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോ അതിനകത്ത് ഒരു സ്റ്റെം കഴിക്കും നമ്മൾ പറഞ്ഞു. അപ്പോ സ്റ്റെമ്മിന്റെ പേര് എഴുതുക, ഏതാണെന്ന് എഴുതുക. ഓക്കെ, അലൻ തോമസ് മനസ്സിലായോ? അലൻ മനസ്സിലായില്ലേ? ഹാൻഡ് റേസ് ഇത് കാണിക്കുന്നുണ്ടായിരുന്നല്ലോ, ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ അലൻ. എന്തേ? അലൻ ലേറ്റ് ആയിട്ട് ഇപ്പൊ വന്നതേ ഉള്ളൂ. അതുകൊണ്ട് പറഞ്ഞത്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഒരു ST ഇടുമെന്ന് പറഞ്ഞിട്ട്, ക്ലാസ് ടെസ്റ്റ് ഇടുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അത് ഇടുവാണ് ഇപ്പോ. എന്തോ? എക്സാം ബുക്കിലാണ് എഴുതണ്ടേ? കുഴപ്പമില്ല. എക്സാം ബുക്ക് അല്ലെങ്കിൽ EVSന്റെ നോട്ടിന്റെ ബാക്ക് സൈഡിൽ എഴുതിയാൽ മതി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയാവോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്നത്തെ ഡേറ്റ് ഇടണേ, ഡേറ്റ് ഇട്ടിട്ട് എഴുതണേ, ഡേറ്റ് ഇട്ടിട്ട് എഴുതുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതണ്ട, ആൻസർ മാത്രം എഴുതിയാൽ മതി. നെയിം എ സ്റ്റെം വി ഈറ്റ്. നമ്മൾ കഴിക്കുന്ന ഒരു സ്റ്റെമ്മിന്റെ പേര് നമ്മൾ പറഞ്ഞായിരുന്നു. ഒരു പ്ലാന്റിന്റെ റൂട്ട്സ് നമ്മൾ കഴിക്കും, ലീവ്സ് കഴിക്കും, സ്റ്റെം കഴിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഒരു സ്റ്റെമ്മിന്റെ പേര്, നെയിം എ സ്റ്റെം വി ഈറ്റ്. സ്റ്റെം എന്നതാ? ഒന്ന് എഴുതും. ഏതെങ്കിലും ഒരെണ്ണം എഴുതുക, നമ്മൾ കഴിക്കുന്ന ഒരു സ്റ്റെം. ബാക്കി എല്ലാവരും എഴുതി കഴിഞ്ഞോ? Did you all finish writing? Yes. Srihari, did you get the question? Srihari late ആയിട്ടാ വന്നേ, മോന് മനസ്സിലായില്ലേ? Srihari, please unmute. ലേറ്റ് ആയിട്ട് വന്ന ഒരാൾക്ക് മിസ് പറഞ്ഞു കൊടുക്കുമ്പോ ലേറ്റ് ആയിട്ട് വന്നവരെല്ലാം ശ്രദ്ധിക്കണം. മോന് മനസ്സിലായില്ലേ? ഇപ്പോ ഞാൻ അലന് പറഞ്ഞു കൊടുത്തത് കേട്ടില്ലേ? Okay. So shall we go to the second question? നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. Yeah. Okay, then your second question is here. A product made from oil. A product made from oil. Oil ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു വസ്തു. A product made from oil. A product made from oil. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാ ഇതൊക്കെ. A product made from oil. Okay. So did you finish writing? കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ നിങ്ങള്? Yes, കഴിഞ്ഞു. Yeah, write fast, ഷിഫാന. ആൻസർ മാത്രം എഴുതിയാൽ മതിയല്ലോ. വേണ്ടതിന് എത്ര സമയം? A product made from oil. സയാൻ മുഹമ്മദ് ടി മുഹമ്മദ്, നിങ്ങളുടെ ഒന്നും വീഡിയോ എനിക്ക് കാണത്തില്ലല്ലോ. വീഡിയോ ഓൺ ചെയ്തേ. ആൻസൺ കെ അജിത്, മുഹമ്മദ് ടി, എന്തിനാ വീഡിയോ ഓഫ് ചെയ്തിട്ടിരിക്കുന്നേ? Okay, next one, your third question. Question ശ്രദ്ധിച്ച് കേൾക്കുക. Plants keep the air fresh and dash. Plants keep the air fresh and dash. എന്തായിരിക്കും? Plants keep the air fresh and dash. Plants നമ്മുടെ എയറിനെ ഫ്രഷും എന്തുവാക്കിയാ സൂക്ഷിക്കുന്നേ? Plants keep the air fresh and dash. Plants keep the air fresh and dash.
Did you finish writing? Yes. Okay. Plants keep the air fresh and dash. Okay. The fourth question. Fourth question is here. A flower we used to make perfumes. നമ്മൾ perfumes ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഫ്ലവറിന്റെ പേര്. A flower we used to make perfumes. Okay. Yes. Okay. എഴുതിയോ നിങ്ങള്? A flower we use to make perfumes. Okay, ചെയ്തു. Next one, അഞ്ചാമത്തത്. Your fifth question. A plant used to make medicines. A plant used to make medicines. നമ്മള് മെഡിസിൻ ആയിട്ട് നമ്മുടെ വീട്ടിൽ അത്യാവശ്യം നമുക്ക് അസുഖമൊക്കെ വരുമ്പോൾ നമ്മൾ മെഡിസിൻ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റിന്റെ പേര്. മെഡിസിനൽ പ്ലാന്റ്. Okay. Okay. Did you all finish writing? Okay, so you have finished. Good. So that's all. അത്രേ ഉള്ളൂ. അഞ്ചെണ്ണേ ഉള്ളൂ. അഞ്ചെണ്ണം കിട്ടിയില്ലേ നിങ്ങൾക്കെല്ലാം? 5 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടിയില്ലേ? Yes. Now I am going to give the answer. ഞാൻ ആൻസർ പറയും. അപ്പോൾ നിങ്ങൾ തന്നെ കറക്റ്റ് ചെയ്യണം നിങ്ങളുടേത്. കേട്ടോ? നിങ്ങളുടെ ആൻസർ ശരിയാണെങ്കിൽ നിങ്ങൾ ടിക്ക് ഇടുക, തെറ്റാണെങ്കിൽ തെറ്റെന്നിടുക. ഓക്കെ? സോ എല്ലാവരും എഴുതി കഴിഞ്ഞല്ലേ? ഇനി ആരും കറക്റ്റ് ചെയ്യരുതേ. യെസ്. So our first question was a stem we eat. അല്ലേ? A stem we eat. Potato. Answer. Answer can be potato. ശരിയാണെങ്കിൽ ശരിയാണ്. സെക്കൻഡ് വൺ, രണ്ടാമത്തത്. A product made from oil. ആണോ? അതാണോ സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞത്? യെസ്. Soap. Answer. Soap. Soap. Answer. മൂന്നാമത്തത്, തേർഡ് ക്വസ്റ്റ്യൻ. Plants keep the air fresh and dash. Clean is the answer. Clean. Plants keep the air fresh and clean. Okay. Any fourth one. A flower used to make perfumes. Flower used to make perfumes. Okay. Jasmine or rose. Jasmine എഴുതിയാലും okay, rose എന്ന് എഴുതിയാലും okay. Okay. Jasmine or rose. ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ കറക്റ്റ് ആണ്. Okay. The last one.
A plant used to make medicines. A plant used to make medicines. Neem, correct ആണ്. പിന്നെയോ tulsi, if you write it is correct. അല്ലെങ്കിൽ amla, it's correct. Okay. Okay. All right. How many of you got 5 out of 5? എല്ലാം ശരിയായി വരുന്ന തമ്പ് തന്നെ മിസ്സിന്. ഉണ്ട്, കുറെ പേർക്കുണ്ടല്ലേ. ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിരുന്നു അല്ലെ? കുറച്ചു പേർക്ക് ഫുള്ള് കിട്ടിയില്ല. അപ്പൊ ഡോണ്ട് വറി. എന്താ ചെയ്യേണ്ടത്? ഇനി നന്നായിട്ട് ടെക്സ്റ്റ് വായിച്ചിട്ട് വരും കേട്ടോ. ഓക്കെ, നോ പ്രോബ്ലം. അടുത്ത പ്രാവശ്യം നമുക്ക് നന്നായിട്ട് വാങ്ങണേ, ഫുൾ മാർക്ക് വാങ്ങണം കേട്ടോ. ചിലര് കഴിഞ്ഞ ക്ലാസ്സിൽ കയറാത്തവരുണ്ടാവും, അവരറിഞ്ഞിട്ടുണ്ടാവില്ല, അങ്ങനെയുള്ളവരൊക്കെ ആയിരിക്കും ചിലപ്പോ. അപ്പൊ കുഴപ്പമില്ല, ഫുള്ള് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ വിഷമിക്കണ്ട. എന്താ ചെയ്യേണ്ടത്? അടുത്ത ക്ലാസ്സിൽ നന്നായിട്ട് പഠിച്ചിട്ട് വരാം കേട്ടോ. ഇനി മുതൽ എല്ലാ ക്ലാസ്സിലും നമ്മൾ ഒരു ടെസ്റ്റ് ഇട്ടിട്ടായിരിക്കും ക്ലാസ് തുടങ്ങുന്നത് കേട്ടോ. എല്ലാ ക്ലാസ്സിലും മിസ്സിന് ഒരു 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരും. ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ അടുത്ത ക്ലാസ് തുടങ്ങുമ്പോൾ ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ്, ഒരു ചെറിയ ടെസ്റ്റ് ഇട്ടിട്ടായിരിക്കും ക്ലാസ് തുടങ്ങുക. അപ്പൊ എന്ത് ചെയ്യാം? നിങ്ങൾ എല്ലാ ദിവസവും പഠിക്കണം കേട്ടോ. റെഡിയാണോ? റെഡിയാണോ നിങ്ങൾ ഇതിന്? യെസ്. അപ്പൊ നമുക്ക് എക്സാം ആവുമ്പോൾ ഒരുപാട് ബേർഡൻ ഉണ്ടാവില്ല, നമുക്ക് ഒരുപാട് ടെൻഷൻ വരില്ല, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും എല്ലാം അല്ലേ? ഓക്കെ, അപ്പൊ ഇന്നത്തെ കാര്യം ഓക്കെ. നമുക്ക് ഇന്നത്തെ പാഠത്തിലേക്ക് കിടക്കാം. ഓപ്പൺ യുവർ ടെക്സ്റ്റ് ബുക്ക്. ഓപ്പൺ യുവർ ടെക്സ്റ്റ് ബുക്ക്. നമ്മള് എന്തൊക്കെയായിരുന്നു 4th ലെസണിൽ പറഞ്ഞുകൊണ്ടിരുന്നത്? ആനിമൽസിനെ കുറിച്ചല്ലേ? We were talking about the animals. So we said about farm animals and pet animals, isn't it? നമ്മൾ farm animalsനെ കുറിച്ചും pet animalsനെ കുറിച്ചും പറഞ്ഞു. So some animals such as cows, horses, pigs and hen are kept in farms. Those are called as farm animals. നമ്മൾ ഫാമില് സൂക്ഷിക്കുന്ന ആനിമൽസിനെയാണ് നമ്മൾ ഫാം ആനിമൽസ് എന്ന് പറയുന്നത്. Then the animals which live with us in our homes, നമ്മുടെ വീട്ടിൽ നമ്മോടൊപ്പം നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന ആനിമൽസിനെയാണ് നമ്മൾ what do we call them? We call them as pet animals. Okay, so we said that a dog is a pet animal and a horse is a farm animal. Yes, then these both farm and pet animals together are called as domestic animals. These farm animals and pet animals, they both are called as domestic animals. Okay, then domestic animals help us in many ways. ഇനി domestic animals നമ്മൾ എന്തെല്ലാം തരത്തിലാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. So then അതിനകത്തെ ഫസ്റ്റ് പോയിന്റ് നമ്മൾ കണ്ടിരുന്നു, animals give us food. Certain animals give us food. Animals such as cows, buffaloes and goats give us milk. Animals നമുക്ക് എന്ത് ലഭിക്കുന്നുണ്ട്? We get milk from some animals. So animals such as cows, buffaloes and goat, they give us milk. Then we make curd, butter, ice cream and sweets from milk. There are many milk products. From this milk we make many other products. And then hens and ducks gives us eggs. Some animals like hens and ducks, they give us egg. Many people eat eggs. Some people cook and eat the flesh of some animals like goat, fish and hen. Yes, we eat the flesh of certain animals. We get honey from honeybees. Honey is good for us. Yes, we get honey. And then what we said about this animals give us food. അതിനകത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പൊ കണ്ടത്? What all things did we see in that paragraph? We said that animals gives us milk. Then animals gives us the egg. Then we eat the flesh of some animals. And then we get honey from
honeybees. So all these things we had seen in the last class already. അല്ലേ? നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ജസ്റ്റ് നിങ്ങളെ ഒന്ന് റിമൈൻഡ് ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, അപ് ടു ദേർ ഇറ്റ്സ് ഓക്കെ നോ? അവിടെ വരെ നിങ്ങളെല്ലാം ഓക്കെ അല്ലേ? യെസ്. ഓക്കെ. ഇനി നെക്സ്റ്റ് പോയിന്റ്, other things we get from animals. So what are the other things that we get from these animals? We get wool from sheep. Yes, wool. We get wool from sheep. We make sweaters and blankets from wool. Yeah, നമ്മള് നല്ല കമ്പിളി പുതപ്പുകളൊക്കെ അല്ലെ, സ്വെറ്ററും ഒക്കെ ഉണ്ടാക്കുന്നത് ഈ വൂളിൽ നിന്നാണ്. വൂൾ നമുക്ക് കിട്ടുന്നതോ ഫ്രം ഷീപ്സ്. Then woolen clothes keep us warm in winters. Winter സീസണിലാണ്, തണുപ്പ് കാലത്താണ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? woolen clothes യൂസ് ചെയ്യുന്നത്. We use woolen clothes during winter season. And then this wool we get from the sheep. അല്ലെ, നമുക്ക് ഷീപ്പിൽ നിന്നാണ് ഈ wool നമുക്ക് ലഭിക്കുന്നത്. So these woolen clothes keeps us warm. നമുക്ക് തണുപ്പ് സമയത്ത് നല്ല ചൂട് കിട്ടുന്നതിന് ഈ woolen clothes നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. We get silk thread from silkworms. Yes, silk thread from silkworms. We use this thread to make silk cloth. Silk cloth ഉണ്ടാക്കുന്നതിന് ആവശ്യമായ silk thread നമുക്ക് കിട്ടുന്നത് എവിടെന്നാ? From worms. From silkworms. Then it is used to make sarees, scarves and shirts. സാരിയും സ്കാർഫും ഷർട്ട്സും ഉണ്ടാക്കുന്നതിന് ഈ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? സിൽക്ക് ത്രെഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ സിൽക്ക് ത്രെഡ് ഉപയോഗിച്ചാണ് സാരീസ്, സ്കാർഫ്സ് ആൻഡ് ഷർട്ട്സ് ആർ മെയ്ഡ്. And then from where do we get the silk thread? From silkworms. Okay, മനസ്സിലായില്ലേ? Yeah. So first point നമ്മൾ പറഞ്ഞു, we get milk, egg, flesh and honey from animals എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്? Other things, what all things we get? In that first one we said about wool and silk. അല്ലേ? The wool is we get from sheep. That wool is used to make woolen clothes which we use in winter. നമ്മൾ വിന്റർ സീസണിൽ ഉപയോഗിക്കുന്ന woolen clothes ഉണ്ടാക്കുന്നതിന് ഈ wool നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ഷീപ്പിൽ നിന്നാണ്. Then about silk thread. അല്ലെ, നമുക്ക് സാരിയും ഷർട്ട്സും ഒക്കെ ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സിൽക്ക് ത്രെഡ് നമുക്ക് ലഭിക്കുന്നത് സിൽക്ക് വർംസിൽ നിന്ന് ആണ്. Okay. The skin of dead animals such as camel, snakes and crocodile is used to make shoes, purses, bags and belts. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഷൂസും ബാഗ്സും ബെൽറ്റും ഒക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി എന്താ ഉപയോഗിക്കുന്നത്? The skin of the dead animals. അല്ലെ, ആനിമൽസ്, ഡെഡ് ആനിമൽസിന്റെ സ്കിൻ ഉപയോഗിച്ചിട്ടാണ് എന്തൊക്കെ ഉണ്ടാക്കുന്നത്? ഷൂസും പേഴ്സസും ബെൽറ്റ്സും ബാഗ്സും ഒക്കെ ഉണ്ടാക്കുന്നത്. സോ then which are the animals? Camels, snakes and crocodile. അല്ലെ, ഈ ആനിമൽസിന്റെ സ്കിൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഷൂസും പേഴ്സസും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ മിസ് അറ്റൻഡൻസ് എടുക്കുമ്പോൾ നിങ്ങൾ ഈ 2 പാരഗ്രാഫ് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിക്കേ. മിസ് അറ്റൻഡൻസ് എടുക്കുവാണ്, ആ സമയം നിങ്ങൾ വെറുതെ ഇരിക്കണ്ട, നിങ്ങൾ ടെസ്റ്റ് ഒന്ന് വായിച്ചേ. അതർ തിങ്സ് വി ഗെറ്റ് ഫ്രം ആനിമൽസ്, ആ പാരഗ്രാഫ് വായിച്ചാൽ മതി. അതർ തിങ്സ് വി ഗെറ്റ് ഫ്രം ആനിമൽസ്, ആ ഒരു പാരഗ്രാഫ് ഓടിപ്പോവണ്ട, സാവകാശം വായിക്കാം. മുഹമ്മദ് അഫ്ലാഹ്. Okay. Joel Maria. Kaushik. Shifana. Kurian. Malavika. Eric. Muhammad Nafi. Irfa Fatima.
അനഘ സുരേഷ്. അജിത് ജോസഫ്. അലൻ തോമസ്. ശ്രീഹരി. ഫർഹ ഫാത്തിമ. അനിഹ മോഹൻ. ഹന്ന വർഗീസ്. മുഹമ്മദ് ഷസാദ് ആണോ? മുഹമ്മദ് ടി. ഹൈഫ മഹ്റിൻ. ആൻസൺ കെ അജിത്. മിൻഹാജ്. സയാൻ. അനീറ്റ ഫിലിപ്പ്. ഹിബ ഫാത്തിമ. ഷിഹാസ്. ഋഷികേഷ്. ഫാത്തിമ മെഹ്റിൻ. മുഹമ്മദ് ബീബി. Okay. So I called out everybody's name, isn't it? എല്ലാവരുടെയും പേര് വായിച്ചില്ലേ? Okay. So did you read that paragraph? Did you all read the paragraph? Yes. You all read it. So have you got any doubt? Have you got any doubt about that paragraph? Nothing. What is that, Jewel? Jewel, please unmute. എന്നെ വിളിച്ചില്ല. നിന്നെ വിളിച്ചു, നീ കേട്ടാറ്റ കേക്കായിട്ട വിളിച്ചായിരുന്നു കേട്ടോ. രണ്ടാമത് വിളിച്ചത് നിന്നെയാ. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ, അടുത്ത ക്ലാസ് നിങ്ങൾ വരുമ്പോ എല്ലാവരും എഴുതി വെക്കണേ, ആരും മറന്നു പോവരുതേ. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ വരുമ്പോ ഈ പാഠത്തിന്റെ നമ്മൾ ഇന്ന് പഠിച്ചിടം വരെ അതർ തിങ്സ് വി ഗെറ്റ് ഫ്രം ആനിമൽസ് അവിടം വരെ അടുത്ത ക്ലാസ്സിൽ ഞാൻ ടെസ്റ്റ് ഇടുന്നതായിരിക്കും. വൺ വേർഡ് ടെസ്റ്റ് ഇടും കേട്ടോ. 4th ചാപ്റ്ററിലെ തുടക്കം മുതൽ ഫാം ആനിമൽസ്, പെറ്റ് ആനിമൽസ് അതൊക്കെ നമ്മൾ പഠിച്ചില്ലേ, ആ ഭാഗവും പിന്നെയോ ഇന്ന് നമ്മൾ പഠിച്ച ആനിമൽസ് ഗീവ് us ഫുഡ്, അതർ തിങ്സ് വി ഗെറ്റ് ഫ്രം ആനിമൽസ്, ഈ 3 ഭാഗം അടുത്ത ക്ലാസ്സിൽ ഞാൻ ടെസ്റ്റ് ഇടുന്നതായിരിക്കും. മനസ്സിലായോ നിങ്ങൾക്ക്? പേജ് നമ്പർ 139 പേജ് നമ്പർ 140. പേജ് നമ്പർ 139 ആൻഡ് പേജ് നമ്പർ 140. ഓക്കെ, എല്ലാവരും കേട്ടില്ലേ? കേൾക്കാത്തവരാരും ഇല്ലല്ലോ? യെസ്. അപ്പോ ക്ലാസ്സിൽ നിങ്ങൾ ഓൺ ടൈമിൽ ക്ലാസ്സിൽ കയറുക കേട്ടോ. ലേറ്റ് ആവാതെ കൃത്യസമയത്ത് തന്നെ 8:30 ആണെങ്കിൽ ഷാർപ്പ് 8:29 ആകുമ്പോഴേക്ക് നിങ്ങൾ റെഡി ആയിട്ടിരിക്കണം കേട്ടോ. ലേറ്റ് ആയി പോവരുത്. ഓക്കെ, ദെൻ നമ്മുടെ ടൈം ഇന്ന് തീരാറായി. സോ ദെൻ ഷാൽ വി വൈൻഡ് അപ്പ് ടുഡേസ് ക്ലാസ്? നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ എല്ലാവരും പഠിച്ചിട്ട് വരണേ.